നമുക്കിവിടെ ആ ബിനാലയുടെ ഭാഗമായിട്ട് നമുക്കിവിടെ മോഹൻലാലിനെ ഡയറക്ടറാക്കണമെന്നൊരു ആലോചനകൾ പുരോഗമിക്കുന്നുണ്ട്. അവിടെ ഷാരൂഖ് ഖാൻ അടക്കമുള്ള ആളുകളെ, AR റഹ്മാനും ശ്രേയ ഘോഷലും, എന്തിന് ലയണൽ മെസ്സി തൊട്ട് മംദാനി വരെയുള്ള ആളുകളെ പൊന്നാനിയിലേക്ക് കൊണ്ടുവരണമെന്ന ചിന്തയുണ്ട്. അറവാടിത്ത ഘോഷണവുമായിട്ട് ഇങ്ങനെ കാലം കഴിക്കും. മറ്റുള്ള ആളുകളൊക്കെ ഈ പുതിയ കാല വികസന സൂചികകളിലൊക്കെ സ്കോർ ചെയ്ത് മുന്നേറും. അങ്ങനെ ഒരു ദുരവസ്ഥ ഈ പൊന്നാനിക്ക് നിലവിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അല്ലെങ്കിൽ ജില്ല രൂപീകരിക്കുന്ന ഒരു ചർച്ച വരുമ്പോൾ പൊന്നാനിയിലൊരു ജില്ല വേണമെന്ന് പൊന്നാനിക്കാരിൽ പകുതി പേര് പോലും ഇപ്പോഴും കരുതുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഇപ്പോൾ കുറേ പേർക്കൊക്കെ ഇങ്ങനെ ആ ചിന്ത വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു 25-33% പേരെങ്കിലും അത് തിരൂര് വന്നാൽ നന്നായിരിക്കുമെന്ന ഒരു പൊതുബോധത്തിനനുസരിച്ച് ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും സഞ്ചരിക്കുന്നവരുമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ പുതിയ മുന്നേറ്റം, നേട്ടം, പിന്നെ പുരോഗതി ഇതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പൊന്നാനി പരിഗണിക്കപ്പെടാതെ പോവുകയാണ്. അതൊരു പൗരാണികമായ പൊളിഞ്ഞു വീണ ഒരു പഴയ നാലുകെട്ടിൻ്റെ ശേഷിപ്പുമായിട്ട് കിടക്കുന്ന പിന്നെ ക്ഷയിച്ചു പോയ ആ ഒരു സ്ഥലം എന്നാണ് പൊന്നാനിയുടെ ഒരു പ്രതീതി എന്നുള്ളത് പലയിടങ്ങളിലും പൊന്നാനിയെ പിറകിലാക്കുന്നു. തിരൂരിൻ്റെ പിറകിലാക്കുന്നു, മഞ്ചേരിയുടെ പിറകിലാക്കുന്നു, കോട്ടക്കലിൻ്റെ പിറകിലാക്കുന്നു. അങ്ങനെ പിറകിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിനൊരു മാറ്റം വരണമെങ്കിൽ എന്താണ് പൊന്നാനി എന്നുള്ളത് ലോകം മുഴുവൻ ഞൊടിയിടയിൽ ചർച്ച ചെയ്യുകയും അത് ആഘോഷിക്കുകയും അതിനൊരുപാട് പ്രതിധ്വനികൾ, എക്കോകൾ വരികയും വേണം. അങ്ങനെ വരണമെങ്കിൽ നമ്മൾ ഒരുപാട് അധ്വാനിക്കണം. ഒരു 5-10 കൊല്ലത്തെ നിരന്തരമായ നരേറ്റീവുകൾ ഉണ്ടാക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ പഴയ നിലയിലേക്ക് തിരിച്ചു പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ 5-10 കൊല്ലമൊന്നും ചെലവഴിക്കാൻ നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒറ്റ കൊല്ലം കൊണ്ട് ഇതിനെ മൊത്തം മറികടക്കണമെങ്കിൽ നമുക്കിവിടെ ഒരു ബിനാലെ വരേണ്ടതുണ്ട് എന്ന് ഞാൻ ആലോചിക്കുകയും എൻ്റെ ചില സൗഹൃദ വലയങ്ങളുമായിട്ടുള്ള ചർച്ചകളിലൂടെ ഉരുത്തിരിയുകയും ചെയ്തപ്പോഴാണ് VD സതീശൻ്റെ ബജറ്റ് പ്രസംഗത്തിൽ മലബാർ തിണ്ടീസ് കൾച്ചറൽ ബിനാലെ എന്നൊരു പ്രഖ്യാപനം രൂപപ്പെട്ടത്. തീർച്ചയായിട്ടും ആ പ്രഖ്യാപനം ഇനി നമുക്ക് ഇവിടെ ഒരു ബിനാലെ ഫൗണ്ടേഷൻ ഉണ്ടാക്കി നമുക്കിവിടെ നടത്തിയെടുക്കേണ്ടതുണ്ട്. നമുക്കിവിടെ ആ ബിനാലയുടെ ഭാഗമായിട്ട് നമുക്കിവിടെ മോഹൻലാലിനെ ഡയറക്ടറാക്കണമെന്നൊരു ആലോചനകൾ പുരോഗമിക്കുന്നുണ്ട്. അവിടെ ഷാരൂഖ് ഖാൻ അടക്കമുള്ള ആളുകളെ, AR റഹ്മാനും ശ്രേയ ഘോഷലും, എന്തിന് ലയണൽ മെസ്സി തൊട്ട് മംദാനി വരെയുള്ള ആളുകളെ പൊന്നാനിയിലേക്ക് കൊണ്ടുവരണമെന്ന ചിന്തയുണ്ട്. ഇതൊന്നും നിങ്ങൾ പിന്നെ ഏതെങ്കിലും ഒരു വിടുവായത്തമായിട്ട് തള്ളിക്കളയണ്ട. ഞാനീ പറഞ്ഞ പേരുകളിൽ ഒരു 75% പേരെങ്കിലും ഇവിടെ വരുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു തർക്കവും വേണ്ട. നമ്മൾ അത്തരത്തിൽ വലിയ രീതിയിൽ ഇതിനെ വിഭാവനം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അത്തരത്തിൽ നമുക്ക് നമ്മുടെ പഴയ പൈതൃകത്തെ ഞൊടിയിടയിൽ തിരിച്ചു പിടിച്ചുകൊണ്ട് ജനസമക്ഷം അടയാളപ്പെടുത്തി സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അത് വലിയൊരു ചർച്ചയാക്കി മാറ്റണം. അങ്ങനെ ചർച്ചയാകുമ്പോൾ പൊന്നാനി പെട്ടെന്ന് ഈ പറഞ്ഞ മറ്റു പല ഇടങ്ങളെക്കാളും ഈ ഷോർട്ട് കട്ടിലൂടെ നമുക്ക് നമ്മുടെ പഴമയുടെ പിൻബലത്തോടു കൂടി നമുക്ക് മുന്നണിയിലെത്താൻ സാധിക്കും. അത്തരത്തിലുള്ള ആ പരിപാടിയിൽ നിങ്ങളുടെ ഈ തരീഖാനകം കുടുംബം പോലെയുള്ള ഈ കൂട്ടായ്മക്ക് വലിയ പങ്കു വഹിക്കാനുണ്ട് എന്ന് ഞാൻ അധ്യക്ഷൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അവിടെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലൊക്കെയുള്ള വലിയ കാര്യങ്ങളിൽ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ഇവിടെ ഒരു നീണ്ട മാരിടൈം ഹിസ്റ്ററി ഉള്ള ഒരു സ്ഥലമാണിത്. അത് ചേര ചോള രാജാക്കന്മാരുടെ കാലം തൊട്ട് തുടങ്ങുന്നതാണ്. അത് എഴുതപ്പെട്ട ചരിത്രത്തിൽ അത് സാമൂതിരിയുടെ നാവിക ആസ്ഥാനമായിട്ട് പൊന്നാനിയുണ്ട്.